കാലാവസ്ഥാ വ്യതിയാനത്തിനെ തുടർന്ന് ചൂട് മാത്രമാണോ കൂടുക? അല്ല. ഈ ചില സ്ഥലത്ത് ഈ ഭയങ്കര തണുപ്പ് കൂടും. ആ. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യം ഇപ്പൊ മഴയുടെ കാര്യം പറഞ്ഞില്ലേ? ഈ കേരളത്തിൽ മൊത്തം മഴ ഇപ്പൊ ഈ വർഷത്തെ കാലവർഷത്തെടുത്ത വളരെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാം മഴ എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ കിട്ടേണ്ട മഴയുടെ അളവ് കുറവായിട്ട് കിട്ടിയത്. കാലവർഷത്തിൽ അളവ് കുറവാണ്. നമ്മുടെ ഫീലിംഗ് എന്താണ്? ഭയങ്കര മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ ശരാശരി എടുത്ത് നോക്കുമ്പോൾ മഴയുടെ അളവ് കിട്ടേണ്ട മഴ ഈ സമയത്ത് കിട്ടേണ്ട മഴ കിട്ടിയില്ല, കേരളത്തിൽ കിട്ടിയില്ല. പക്ഷേ പെയ്യുന്ന മഴയാണെങ്കിലും മുമ്പ് 3 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ ഇപ്പോ മണിക്കൂറുകൊണ്ട് പെയ്യും. അത് നമ്മുടെ ഈ കണക്ക് എടുത്താൽ നമ്മുടെ പല സ്ഥലത്തും ഇത് മഴ അളക്കുന്ന യന്ത്രങ്ങളുണ്ടല്ലോ, മീറ്ററുകളുണ്ടല്ലോ, റെയിൻ ഗേജുകളുണ്ടല്ലോ, അതെടുത്ത് നോക്കിയാൽ നമ്മൾ അമ്പരന്ന് പോകും. കാരണം മുമ്പ് കിട്ടുന്ന ഒരു ശരാശരി കിട്ടുന്ന മഴയുടെ 4-5 ഇരട്ടി ഒറ്റ സമയത്ത് പെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ചൂട് കൂടും, ചില സ്ഥലത്ത് തണുപ്പ് കൂടുന്നുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നതിൽ കൃത്യതയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഇപ്പൊ ആഫ്രിക്കയിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചാല് ഇന്ത്യയെ ബാധിക്കുമോ? ബാധിക്കും. ലോകം മുഴുവൻ ബാധിക്കും. അതിന് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് പറയുക. അതിന് അതൊരു പ്രയോഗമാണ്, സാഹിത്യ പ്രയോഗമാണ്. അത് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇല്ല ഹിമാലയത്തിന്റെ ഈ മുകളിലെ ഒരു മഞ്ഞ് കട്ട ഇടിഞ്ഞു വീഴുമ്പോൾ അങ്ങ് തലക്ക് ആഫ്രിക്കയിലെ ഒരു ഈ മരുഭൂമിയിലെ ഒരു ചെടിയെ ഇത് ബാധിക്കും. അല്ലെങ്കിൽ അങ്ങ് അമേരിക്കയിൽ ഏതോ ഒരു ഈ പൂന്തോട്ടത്തിൽ ഇരുന്നൊരു പൂമ്പാറ്റ ചിറകടിക്കുമ്പോൾ ഹിമാലയത്തിലെ ഏറ്റവും മുകളിലുള്ള മഞ്ഞ് മലയിലേക്ക് കൂടി അത് ബാധിക്കുന്നു പറയുന്നത്. കാരണം ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാറ്റുകളാണ്. ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന താപ വ്യത്യാസം, അത് മർദ്ദത്തിന് വ്യത്യാസം ഉണ്ടാക്കും. ഇതൊരു വായുവാണല്ലോ, വായുവിന് ഈ താപം കൂടും, അപ്പോൾ മർദ്ദത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. ഈ മർദ്ദ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് സഞ്ചരിക്കും. ഈ കാറ്റിലൂടെയാണ് ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത്, ഈർപ്പം കടന്നു പോകുന്നത്, പൊടിപടലങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ അറേബ്യയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം നമ്മളെയുള്ള മാറ്റം ഇന്തോനേഷ്യയിൽ ബാധിക്കും, അത് ആസ്ട്രേലിയക്ക് എത്തും, എല്ലായിടും എത്തും. അപ്പൊ ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രമോ ഏതെങ്കിലും ഒരു വൻകരയോ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല, ലോകം മുഴുവൻ ചിന്തിക്കണം. അതുകൊണ്ടാണ് ലോകത്തെ ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഇതൊരു ചർച്ചയാക്കേണ്ട കാര്യമാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുമ്പാകെ ഇത് കൊണ്ടുവരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഒരു UNFCC UN ഫ്രെയിംവർക്ക് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംഘടനയ്ക്ക് തന്നെ രൂപം നൽകിയത്. ഇതിന് കൂടാതെ തന്നെ ചില രാജ്യങ്ങൾ വളരെ ഈ വൾണറബിളായ രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അന്തരീക്ഷ ഊഷ്മാവ് കൂടുമ്പോൾ ഏറ്റവും ബാധിക്കുന്നത് മഞ്ഞ് ഉരുകുന്നതാണ്. അങ്ങനെ മഞ്ഞ് ഉരുകി കഴിഞ്ഞാൽ മലകളുടെ മുകളിലുള്ള മഞ്ഞ്, ധ്രുവപ്രദേശത്തുള്ള മഞ്ഞൊക്കെ ഉരുകി കഴിഞ്ഞാൽ കടലിലെ വെള്ളത്തിന്റെ അളവ് കൂടും. അങ്ങനെ കടലിന്റെ അളവ് വെള്ളം കൂടുന്ന സമയത്ത് സംഭവിക്കുന്നത് താഴ്ന്ന കിടക്കുന്ന ദ്വീപുകൾ രാഷ്ട്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മുങ്ങിപ്പോകും. അപ്പൊ അവരാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഒച്ചപ്പാടും ബഹളമാക്കി വരുന്നത്. എന്നിട്ട് കേരളത്തിലടക്കം നമ്മുടെ കൊച്ചി നഗരം ഈ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു നഗരമാണ്. നമ്മുടെ ഈ കവായി കായലിന്റെ തീരത്തുള്ള താഴ്ന്ന നിലങ്ങളൊക്കെ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഈ ബോംബെയിൽ ഈ മുംബൈ നഗരം എന്ന് പറയുന്ന കടലിന്റെ ചേർന്നുള്ള നഗരമല്ല, അവിടെ ഇത് ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇത് ഒരു ഇഷ്യൂ ആക്കി എടുക്കുകയും അതിന്റെ ഭാഗമായി ചില പഠന ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ അകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് IPCC എന്ന് പറയുന്നത്. അത് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ ചേർത്തുകൊണ്ട്, ഗവേഷണ സ്ഥാപനങ്ങളെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഈ അവരുടെ പഠന റിപ്പോർട്ടുകൾ ഉണ്ടാക്കി വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു ഭാഗം ഒഴിഞ്ഞു നിൽക്കുകയോ ഒരാളത് മാറി നിൽക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്, എല്ലാവരെയും ബാധിക്കുന്നു എന്നുള്ളതാണ്.